everyone, welcome back to Xylem Learning. Anatomies ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് വെച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പം ഇനി നമ്മുടെ ആനുവൽ എക്സാമിന് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് USS എക്സാമും അറ്റൻഡ് ചെയ്യാനുണ്ട്. നല്ല സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിവേ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആകാശ വിസ്മയങ്ങൾ അല്ലെങ്കിൽ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആകാശഗോളങ്ങൾക്ക് ഷാഡോ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ ഈ ആകാശഗോളങ്ങളുടെ ഈ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ ആകാശഗോളങ്ങൾക്ക് ഇതുപോലെ നിഴലുകൾ ഉണ്ടാവുന്നത് മൂലം ഒരു ആകാശഗോളം മറ്റൊരു ആകാശഗോളത്തിന്റെ നിഴലിൽ വരുമ്പോഴാണ് നമുക്ക് ഗ്രഹണങ്ങൾ അല്ലെങ്കിൽ എക്ലിപ്സ് ഉണ്ടാവുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള എക്ലിപ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു എക്ലിപ്സിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആകാശഗോളങ്ങളായ നമ്മുടെ സൂര്യൻ, അതുപോലെ തന്നെ നമ്മുടെ എർത്തിന് ചുറ്റും കറങ്ങുന്ന മൂണ്, അവയുടെ പൊസിഷൻ ആണ് നമുക്ക് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഇവിടെ എന്റെ മക്കൾക്ക് രണ്ട് ഫിഗർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഫിഗറും രണ്ടാമത്തെ ഫിഗറും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ എന്റെ മക്കൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഒന്നാമത്തെ ഫിഗറിൽ നമ്മുടെ മൂണാണ് സെന്ററില്, രണ്ടാമത്തെ ഫിഗറിൽ നമ്മുടെ ഭൂമിയാണ് സെന്ററിലുള്ളത്. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമ്മുടെ മൂണ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ട് രീതിയിൽ നമ്മുടെ ആകാശഗോളങ്ങൾ നേർരേഖയിൽ വരുന്ന സമയത്ത് ഇവിടെ രണ്ട് തരത്തിലുള്ള എക്ലിപ്സുകളാണ് സംഭവിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആരായിരിക്കും സെന്ററിൽ വരുന്നത്? ഇവിടെ നമുക്ക് ഇതാ സൂര്യനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, ഇവിടെ നമ്മുടെ ഭൂമിയുണ്ട്, ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മൂണുണ്ട്. അപ്പൊ ഈ ചെറുതായിട്ട് കാണുന്നതാണ് മൂണ്. അപ്പൊ ഈ ഒരു കേസിൽ സെന്ററിൽ ആരാ വരുന്നത്? നമ്മുടെ എർത്താണ് ഇവിടെ സെന്ററിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. നമ്മുടെ മൂൺ ഇതാണ്ട് ഇങ്ങനെ കറങ്ങി വരുവാണ്. നമുക്കറിയാം മൂണിന് ഇതുപോലെ തന്നെ നമ്മുടെ ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്, അത് വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ. അപ്പൊ മൂൺ ഇങ്ങനെ കറങ്ങുന്നതിന്റെ ആ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ മൂൺ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ബി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുന്ന സമയം നമ്മുടെ മൂണ് ജസ്റ്റ് ഈ ഒരു നമ്മുടെ ഭൂമിയുടെ ഷാഡോയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ഷാഡോ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ എനിവേ ബി എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മുടെ മൂണ് ആ ഒരു ഷാഡോന്റെ ഉള്ളിലേക്ക് കയറാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അതേപോലെ തന്നെ സി എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മുടെ മൂണ് കംപ്ലീറ്റ് ആയിട്ട് എർത്തിന്റെ ഷാഡോന്റെ ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇനി അതേസമയം ഡി എന്ന് പറയുന്ന പൊസിഷനിൽ നമ്മുടെ മൂണ് ആ ഒരു ഷാഡോയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ മൂൺ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പൊസിഷനിൽ എത്തുന്ന സമയത്ത് നമ്മുടെ മൂൺ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എർത്തിന്റെ ഷാഡോന്റെ ഉള്ളിൽ വന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ ഒരു സമയം എന്താ നമുക്ക് കാണാൻ പറ്റുക? നമുക്ക് മൂണിനെ അവിടെ ഒട്ടും കാണാനായിട്ട് സാധിക്കില്ല. കാരണം മൂണെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എർത്തിന്റെ ഷാഡോയിലാണ്. അപ്പൊ ഈ ഒരു ദിവസമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ലൂണാർ എക്ലിപ്സ് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. അപ്പൊ ലൂണാർ എക്ലിപ്സ് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കോഡാണ് MES, മൂൺ നൈറ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അതായത് ഈ ഒരു കോഡിലൂടെ അതായത് എർത്താണ് സെന്ററിൽ വരുന്നതെന്നും മൂണിനെയാണ് കാണാൻ സാധിക്കാത്തതെന്നും നൈറ്റിലാണ് ഇത് സംഭവിക്കുന്നതെന്നും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് ദ മൂൺ റിവോൾവ് അറൌണ്ട് ദ എർത്ത് സംടൈം കം ബിറ്റ്വീൻ ദ സൺ ആൻഡ് ദ മൂൺ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അറ്റ് ദിസ് ടൈം ദ മൂൺ വിൽ ബി ദ ഷാഡോ ഓഫ് ദി എർത്ത്. ദിസ് ഈസ് എ ലൂണാർ എക്ലിപ്സ്. അതായത് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ സമയം നമ്മുടെ ഭൂമിയുടെ നിഴലിലാണ് ചന്ദ്രൻ വരുന്നത്. ഇതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു രീതിയിലുള്ള ഒരു എക്ലിപ്സ് അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഗ്രഹണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ അടുത്തൊരു ഫിഗർ നോക്കിക്കേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഭൂമിയും ചന്ദ്രന്റെ നിഴലുമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ആരാണ് സെന്ററിൽ വരുന്നത്? ഇവിടെ നമ്മുടെ സൂര്യനുണ്ട്, ഇവിടെ നമ്മുടെ ചന്ദ്രനുണ്ട്, ഇവിടെ നമ്മുടെ ഭൂമിയുണ്ട്. അപ്പൊ ആരാണ് സെന്ററിൽ വരുന്നത്? നമ്മുടെ മൂണാണ് സെന്ററിൽ വരുന്നത്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. നമ്മുടെ മൂൺ ഇതാണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ മൂണിന്റെ ഷാഡോ ആണ് ഇവിടെ ഈ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് കളറിൽ എന്റെ മക്കൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു മൂണിന്റെ ഷാഡോ വന്ന് വീഴുന്ന സ്ഥലത്ത്, അതായത് മൂണിന്റെ ഷാഡോ വന്ന് ഭൂമിയുടെ ഏത് പ്രദേശത്താണോ പതിക്കുന്നത് ആ പതിക്കുന്ന സ്ഥലത്ത് ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ സൂര്യനെ നോക്കുന്ന സമയം സൂര്യനെ കാണാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? ആ ഷാഡോയുടെ നിഴലിലാൽ അത് മറഞ്ഞിരിക്കുന്നതായിട്ട്
നിങ്ങൾക്ക് തോന്നും. അപ്പൊ എനിവേ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സൂര്യനെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ ഒരു ദിവസത്തെയാണ് നമുക്ക് സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് സംഭവിക്കുന്ന ആ ഒരു ദിവസമായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പൊ ഈ സോളാർ എക്ലിപ്സ് കാണണമെങ്കിൽ ഈ നമ്മുടെ മൂണിന്റെ നിഴല് വന്ന് പതിക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ളവർക്ക് മാത്രമേ ഈ സോളാർ എക്ലിപ്സ് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ സോളാർ എക്ലിപ്സ് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കോഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? EMS സൺഡേ. ഇതാണ് ഓർത്തിരിക്കേണ്ടത്. അതായത് ഇവിടെ സെന്ററിൽ വരുന്നത് നമ്മുടെ മൂണാണ്. സണ്ണിനെയാണ് ഇവിടെ കാണാൻ സാധിക്കാത്തത്. ഡേ ടൈമിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ MES മൂൺ നൈറ്റും EMS സൺഡേ ഈ രണ്ട് കോഡ് ഉപയോഗിച്ച് നമുക്ക് സോളാർ എക്ലിപ്സും ലൂണാർ എക്ലിപ്സും നമുക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ സോളാർ എക്ലിപ്സിനെ പറ്റി എന്താ പറയുന്നത്? ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രന്റെ നിഴൽ ഭൂമിയെ വീഴുന്നു. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് ഈ ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കാത്തത്. ഇതാണ് സൂര്യഗ്രഹണം. ഓക്കെ, അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ മക്കളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇവിടെ വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. നമ്മുടെ ആകാശഗോളമായ സൂര്യനും ഭൂമിയും മൂണും നേർരേഖയിൽ വരുന്ന സിറ്റുവേഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും സംഭവിക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഇത് നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് എക്സാമിന് ഉണ്ടാവും. അപ്പൊ എനിവേ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സെറ്റാക്കി പഠിക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.